കുടുംബവിളക്ക് എന്ന് പറയുന്നത് ഒരു റൺഅവേ സക്സസ് ആയിരുന്നു. ഐ എം എൻ ആക്സിഡൻ്റൽ ആക്ടർ. വന്നതിന് ശേഷം ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. മൂവിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. കാണണമെന്നുള്ളത് ദാറ്റ് ഈസ് രജനീകാന്ത്. രജനി സാർ മാത്രമാണ് തലവർ. ഈസ് മൈ ഡ്രീം. ഹ്യൂജ് ഫാനാണ്, ഡൈ ഹാർഡ് ഫാൻ. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരു വെരി സ്പെഷ്യൽ ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു ആക്ടർ. വിത്തൗട്ട് എനി ഡൗട്ട് ഇറ്റ് ഈസ് നൂബിൻ. ഒന്ന് രണ്ട് സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീൻസിന് വേണ്ടിയിട്ട് ചെയ്തു, ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഫുൾ ചെയ്തു. പെർമനന്റ് ബ്ലാക്ക് അടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാതെ. പേഴ്സണലി എൻ്റെ ചോയ്സ് ഗ്രേ ഹെയർ. ഇപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ പെപ്പർ ഇല്ല, ഇറ്റ്സ് ഓൺലി സോൾട്ട്. സാന്ത്വനം സെറ്റ് ഫുൾ ഫണ്ണാണ്. എല്ലാവരും എവ്രിബഡി ഭയങ്കര വൈബാണ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. the smartphone expert. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. കുടുംബവിളക്ക് എന്ന് പറഞ്ഞ ഒറ്റ സീരിയൽ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അത്രയും നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തൊരു ആക്ടർ നമ്മുടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് നല്ല സിനിമകളിൽ, അതായത് മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആക്ടർ കൂടെയാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹെവി ജോയിൻ വിത്ത് KK Menon. Hi sir. Thank you. Happy to be here. It's my pleasure actually. So KK Menon, കൃഷ്ണകുമാർ. അതെ. അപ്പോൾ ഈ KK എന്ന് പറയുമ്പോൾ എങ്ങനെ ഷോർട്ട് ഫോം എങ്ങനെ ആക്കി? കേക്കട്ടെ. കൃഷ്ണകുമാർ KK. അത് സാർ തന്നെ അങ്ങനെ ആക്കിയെടുത്തതാ? അല്ലല്ല, ഞാൻ ജോലിയിലിരിക്കുന്ന സമയത്ത്, കോർപ്പറേറ്റിലുള്ള സമയത്ത്, നോർത്തിലുള്ള സമയത്ത്, ബോംബെയിലൊക്കെ, സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു കോൾ കൃഷ്ണകുമാർ. സോ മേഡ് ഇറ്റ് ഈസി ടു ബി KK. അത്ര തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ എന്ന് പറയുന്നതിനേക്കാളും KK Menon എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാവുന്നല്ലേ? അതെ. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ കുടുംബവിളക്ക് എന്ന സീരിയലിലാണ് ഭയങ്കരമായിട്ട് ഒരു അപ്ലോക്സ് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു സ്നേഹം കിട്ടി തുടങ്ങിയത്. അത് എത്ര ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് സീരിയൽ ലൈക്ക് മലയാളത്തിൽ വന്നിട്ട് ഒരു വലിയൊരു ക്യാരക്ടർ ചെയ്യുന്ന ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഫസ്റ്റ് സീരിയൽ, അത് നല്ലൊരു ആക്ടേഴ്സിൻ്റെ കാസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ എത്ര ഹാപ്പി ആയിരുന്നു. മലയാളത്തിലെ ഫസ്റ്റ് സീരിയൽ അല്ലായിരുന്നു, ഐ ഹാഡ് ഡൺ വൺ ബിഫോർ ദാറ്റ്, ഡോക്ടർ റാം. മഴവിൽ മനോരമ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ കിട്ടിയപ്പോഴത്തേക്കും, ഐ മീൻ ഗെറ്റിംഗ് ഇൻ ടു ഏഷ്യാനെറ്റ് വാസ് എ ഗ്രേറ്റ് തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുടുംബവിളക്ക് എന്ന് പറയുന്നത് ഒരു റൺഅവേ സക്സസ് ആയിരുന്നു. ദി എൻറ്റയർ ടീം, ദി എനർജി, ആകെ മൊത്തം അതിൻ്റെ ഒരു റീച്ച്, പ്രേക്ഷകർ എന്നെ അക്സെപ്റ്റ് ചെയ്തതിന് ഐ എം താങ്കിങ് ഈച്ച് വൺ ഓഫ് മൈ ഫാൻസ്, മൈ പീപ്പിൾ ഹൂ സപ്പോർട്ടഡ് മീ. കാരണം അവരത് അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയും കൂടി കയറി കിട്ടിയത്. അതർവൈസ് ഇങ്ങനെ അതോട് എത്തത്തില്ലായിരുന്നു. സോ ഇറ്റ് ഈസ് ട്രൂലി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ വിൽ സേ ദൈവാനുഗ്രഹം, ഗോഡ്സ് ഗ്രേസ്, പിന്നെ ഓഡിയൻസ് സപ്പോർട്ട്. ഓക്കെ. ആക്ച്വലി പ്രൊഫഷൻ ഇതായിരുന്നില്ലല്ലേ? അല്ല, പാഷന്റെ പുറകെ വന്ന് ആക്ടിങ് ഇഷ്ടമായിട്ട് അങ്ങനെ. ഐ വോണ്ട് കോൾ ഇറ്റ് പാഷൻ ഓൾസോ. ഓക്കെ. ഐ എം എൻ ആക്സിഡൻ്റൽ ആക്ടർ. അതെ. യെസ്. അതായത് ഇറ്റ് ജസ്റ്റ് കെയിം ടു യു അല്ലേ? വന്നതിന് ശേഷം ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഞാൻ മൂവിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം ഐ ഗോട്ട് എസ് എൻ ഓപ്പർച്യൂണിറ്റി. പിന്നെ അവിടുന്ന് ദിസ് ഇസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. അതെ. പിന്നെ അവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോയില്ലേ? ഇപ്പം ആത്മ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി നന്നായ രീതിക്ക് പോകുന്നുണ്ട്, ഈ പ്രോഗ്രാം നന്നായിട്ട് പോകുന്നുണ്ട്. സോ ആസ് എ പാർട്ട്, വലിയൊരു പാർട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഹാപ്പിയാണ് ഇതിൻ്റെ ഒരു ആത്മയുടെ ഒരു പാർട്ടാകുക എന്ന് പറയുന്നതിന് എനിക്ക് ദാറ്റ് വാസ് എ ബിഗ് അച്ചീവ്മെൻറ്റ്, ഗ്രേറ്റ് ഹാപ്പിനെസ് ആക്ച്വലി. പിന്നെ ഇപ്പം നൗ ഐ എം ഇൻ ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പോൾ അതിൻ്റെതായ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ പോകണം എന്ന് പറഞ്ഞത് ചെയ്തത്. ഓഫ്കോഴ്സ് ആത്മയുടെ കൂടെ നിൽക്കുന്നതും എൻ്റെ ഗുഡ് സപ്പോർട്ടേഴ്സ്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഞാനൊരു ചെറിയൊരു ബ്രിക്ക് ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരുപാട് തമിഴ് സിനിമകളിലൊക്കെ ആക്ട് ചെയ്തിട്ട് ഒരാളാണ്. നമ്മൾ മലയാളം ഓഡിയൻസിന് കുറച്ച് അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷേ തമിഴ് ആക്ച്വലി ഇഷ്ടമാണോ? ലൈക്ക് യു ആർ ഫ്രം ഊട്ടി, റൈറ്റ്? ഊട്ടിയിലാണ് വരുന്നത്. അപ്പോൾ തമിഴ് സിനിമയാണോ കോൺസെൻട്രേറ്റ്, അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ ഓഫേഴ്സ് വരുന്ന സമയത്ത് ലൈക്ക് ഐ ഇൻട്രസ്റ്റ്? അല്ലല്ല, ഞാൻ ചെന്നൈയിൽ മൂവീസിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തമിഴ് ഓഫേഴ്സ് വന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് കുറച്ച് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല റോൾസ് എനിക്ക് ചെയ്യാൻ കിട്ടി. ചെറിയ റോൾസ് ആണെങ്കിലും ഗൗതം സാറിന്റെ കൂടെ, ഗൗതം സാറിന്റെ മൂവിയിൽ ഒരെണ്ണം അഭിനയിച്ചു. പിന്നെ ഗൗതം സാറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെ? That was wonderful. Happy le? Yeah, it was. ഗൗതം സാർ ഫാൻ ആയിരുന്നു? Of course, yes. ഭയങ്കര അല്ലേ? ഓക്കെ. അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫൈങ് നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡയറക്ടേഴ്സ് ലൈക്ക് ബാല സാർ, ആറ്റ്ലി, ഇവരൊക്കെ കൂടെ അഭിനയിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ നന്നായിരുന്നു. പിന്നെ അതിനുശേഷം
കുടുംബവിളക്ക് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ ബേസ് ഷിഫ്റ്റ് ചെയ്തു, അതെ ട്രിവാൻഡ്രത്തേക്കായി. ഇപ്പം ട്രിവാൻഡ്രത്താണ്. സോ ഡൂയിങ് 2 സീരിയൽസ്. ഇപ്പം കുടുംബവിളക്കിന് ശേഷം ഇപ്പം സാന്ത്വനം ചെയ്യുന്നു. സാന്ത്വനം 2-ലെ ബാലനായിട്ട് ചെയ്യുന്നു. ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, കുടുംബവിളക്കിലോട്ട് എങ്ങനെ ഓൺ ബോർഡ് വരുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അതെനിക്ക് ജസ്റ്റ് കോൾ വന്നു. ഓക്കെ, അങ്ങനെ എടുത്തു. നോർമൽ കോൾ ആയിട്ട് വന്നു. ഇപ്പൊ പറഞ്ഞ് സ്വാതന്ത്ര്യം ചെയ്യാതിരിക്കുന്നു, അത് പിന്നെയും കുടുംബവിളക്കിനെ പോലെ തന്നെ പിന്നെയും സ്നേഹിക്കുന്ന ഒരു, അതും സെക്കൻഡ് പാർട്ട്. അപ്പൊ ബിഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു, അപ്പൊ ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അത് ബേസിക്കലി സാന്ത്വനത്തിന്റെ വണ്ണുമായിട്ട് സെയിം സിമിലാരിറ്റി ഇല്ലെങ്കിലും കാസ്റ്റ് ആൻഡ് ക്രൂ എവറിത്തിങ് സെപ്പറേറ്റ് ആണ്. അതെ, പക്ഷെ എന്നാലും ആ നെയിം ഞങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നു. സ്വാതന്ത്ര്യം ഫസ്റ്റ് അറിയായിരുന്നു, എനിക്ക് ആ ടീമിനെ എല്ലാവരും അറിയാമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ വിളിക്കുമ്പോൾ സമയത്ത് സ്വാതന്ത്ര്യം ഡെഫിനറ്റ്ലി കാസ്റ്റ് വേറെയാണ്, സ്റ്റോറീസ് ഡിഫറെന്റ്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഓഡിയൻസിന് ഭയങ്കര സ്പെഷ്യൽ ടു ഹാർട്ടാ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ മീൻ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ചെറിയൊരു റോൾ ചെയ്യുന്നു. സോ ഐ എം ഓക്കെ, കാരണം ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്ക്സ് എവറിത്തിങ് അവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു പോർഷനിൽ പോയി ജസ്റ്റ് ഐ ഹാവ് ടു ഫിറ്റ് മൈ സെൽഫ്, അത്രേ ഉള്ളൂ. ലെസ് സ്ട്രെസ്ഡ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ കുടുംബങ്ങൾക്ക് സീരിയൽ വരുമ്പോൾ തന്നെ ഏറ്റവും ആൾക്കാർ ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കാണ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കെ മേനൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനത്തെ ലുക്കിൽ നടക്കാനാണ് ഇഷ്ടം, ലൈക്ക് സോൾട്ട് ആൻഡ് ഇങ്ങനെയാണ് ഇഷ്ടം. യു പേഴ്സണലി ലവ് ദിസ് അല്ലേ? പ്രിഫർ ദിസ് അല്ലേ? ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ കളർ ചെയ്യണം ബ്ലാക്ക് ആയിട്ട് നമ്മൾ അതിനെ കൂടുതൽ കണ്ടിട്ടില്ല. ഞാൻ 1-2 സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീൻസിന് വേണ്ടിയിട്ട് ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഫുൾ കളർ ഐ മീൻ ജസ്റ്റ് ടെമ്പററി കളർ വാഷ് ചെയ്ത് അവിടെ നിന്ന്, കാരണം കണ്ടിന്യൂറ്റി ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ സിനിമയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെർമനന്റ് ബ്ലാക്ക് അടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. പേഴ്സണലി എൻ്റെ ചോയ്സ് ഗ്രേ ഹെയർ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ പെപ്പർ ഇല്ല, ഇറ്റ്സ് ഓൺലി സോൾട്ട്. ആൻഡ് ഓൾസോ ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ പാർവതിയുടെ കൂടെ നല്ലൊരു പാട്ടിൽ അത് ഭയങ്കര സ്പെഷ്യൽ ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഹാർട്ട്. ആ പടം 100 days സക്സസ് ആയിട്ട് ഓടുന്നു, സക്സസ് മീറ്റിൽ വരുന്നു, അത് ഭയങ്കര സന്തോഷമല്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പാർവതി ആസ് ആൻ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ? അയ്യോ, ഐ മീൻ the other legends. നമ്മൾക്ക് ജസ്റ്റ് ഗിഫ്റ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി. ആൻഡ് അതിൽ വളരെ ചെറുതാണെങ്കിലും നോട്ടബിൾ റോൾ കിട്ടിയതിന് ഐ വാസ് വെരി ഹാപ്പി അല്ലേ? പിന്നെ ഇറ്റ്സ് ലേണിംഗ് ഫ്രം വർക്കിംഗ് ഐ മീൻ ഷെയറിങ് സ്ക്രീൻ അതുപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഗ്രേറ്റ്. ഏതെങ്കിലും ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ഈ ആക്ടറിനോട് വർക്ക് ചെയ്ത് കുറച്ചുകൂടി നന്നായിരിക്കും. കുറേ ഉണ്ടായിരിക്കും, പക്ഷേ വെരി സ്പെഷ്യൽ ടു ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ നോക്കാം. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ സൂപ്പർ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഐ വുഡ് പ്രിഫർ. ബട്ട് ഒരു വൺ പേഴ്സണൽ ചോയ്സ് അറ്റ്ലീസ്റ്റ് ആസ് എൻ ആക്ടർ, ഒന്ന് ഫോർഗെറ്റ് വർക്കിംഗ് കാണണമെന്നെങ്കിലും രജനി സാർ മാത്രമാണ്. തലവർ ഈസ് മൈ ഡ്രീം. ഹ്യൂജ് ഫാനാണ്. Die hard fan. Okay. Hopefully we'll work together. അല്ലേ? കാണാൻ നമുക്ക് കാണാൻ കിട്ടിയാൽ മതി. I mean working and all is super dream ആണ് അതൊക്കെ. There is a dream and then there's something called super dream. So that's a super dream. So at least someday to meet him. അതെ. സോ ഇപ്പോൾ വന്നിട്ട് യു ഫ്രം ഊട്ടി, അമ്മ വന്നിട്ട് ഇവിടെ കേരളത്തിൽ, അമ്മ ഇവിടെ അല്ലേ? അമ്മയും അച്ഛനും, അമ്മ വൈക്കത്ത്, അതെ, അച്ഛൻ എറണാകുളം മരട്. ഓക്കെ. അച്ഛൻ പണ്ട് ഊട്ടിയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് ഉള്ളൊരു ഫ്രണ്ട് ആരായിരിക്കും ഇവിടെ? യു ഹാവിങ് എനി ഫ്രണ്ട് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരു വെരി സ്പെഷ്യൽ ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു ആക്ടർ ഈ ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, എനിക്ക് അങ്ങനെ പറയുവാണെങ്കിൽ വിത്തൗട്ട് എനി ഡൗട്ട് ഇറ്റ് ഈസ് നൂബിൻ. ഓക്കെ. ഹി ഈസ് വൺ ഗുഡ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് യോഴ്സ് അല്ലേ? ബാക്കി എല്ലാവരും ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരോടും. പക്ഷേ അതൊരു പേഴ്സണൽ കണക്ട്, പേഴ്സണൽ ബോണ്ടിങ്, ഒരു നെക്സ്റ്റ് ലെവൽ കണക്ഷൻസ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഇസ് വിത്ത് നൂബിൻ. ബട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് തന്നെയാണ്. ആരുമായിട്ട് എനിക്കൊരു താങ്ക്ഫുള്ളി ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്. ഇപ്പോൾ ചെയ്തിട്ടുള്ള സീരിയൽസിൽ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് വളരെ കാമല്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ്, നല്ലൊരു മോട്ടീവിനുള്ളൊരു കാംനെസ്, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വേഴ്സൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ആസ് എൻ ആക്ടർ എത്ര സന്തോഷമാണ്, സാറ്റിസ്ഫൈങ് ആണോ അതൊക്കെ ചെയ്യുന്ന സമയത്ത്? പിന്നെ ഉറപ്പായിട്ടും ഐ മീൻ ആ ഒരു കാര്യത്തിൽ ഞാൻ മൂവി കുറച്ചും കൂടി പ്രിഫർ ചെയ്യും. ബിക്കോസ്
ഓരോരോ ഷെഡ്യൂളിലും ഓരോരോ ടീമിൻ്റെ കൂടെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. റൈറ്റ് ബട്ട് സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും 2-3-4 years ആയിട്ട് വർക്ക് ചെയ്യണം ഒരേ പാറ്റേൺ ആണ്. ബട്ട് കുടുംബവിളക്കുന്ന കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ക്യാരക്ടറായിരുന്നു. സാന്ത്വനത്തിൽ. ഇതിനേക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ഡോക്ടർ റാമിൻ്റെ. സോ പിന്നെ മൗനരാഗം. സോ ഡിഫറെൻറ്റ്, എല്ലാത്തിനും ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഓഡിയൻസിന് ലവിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വൺ മെമ്മറബിൾ ഓഡിയൻസിൽ മെസ്സേജുകളൊക്കെ വരുമല്ലോ. ഇപ്പോൾ എന്തായാലും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ വരും. അങ്ങനെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തായിരിക്കും? ഇല്ല, അങ്ങനെ മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്നെ പോലത്തെ ഒരു ബിഗിനിങ് ആക്ടറിന് ഇതുപോലത്തെ ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഐ എം ട്രൂലി ഗിഫ്റ്റഡ്. സോ അതിന് ഐ താങ്ക് ഈച്ച് ആൻഡ് എവരി ഓഡിയൻസിലെ. കാരണം അവർ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹം, ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നവരാണെങ്കിലും, കണ്ട് ചിരിക്കുന്നവരാണെങ്കിലും, ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണെങ്കിലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. സോ അതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നു, അത്രയേ ഉള്ളൂ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് സ്പെഷ്യൽ. കാരണം ഇതായിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു അപ്രിസിയേഷനാണ് ആസ് എൻ ഹ്യൂമൻ ബീയിങ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? Of course. Each and every comment, each and every criticism, each and every wishes and photographs are memorable. ഇപ്പോൾ സ്വാതന്ത്ര്യം 2 ഷൂട്ടിംഗ് പോകുന്നുണ്ട്, എപ്പിസോഡ്സും റൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഹെക്ടിക് സ്കെഡ്യൂളൊക്കെ ആയിരിക്കും. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ 3 hours നമ്മൾ മുന്നോട്ടാണ്. ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ആരാ നിങ്ങളുടെ സെറ്റിൽ? സ്വാതന്ത്ര്യം 2 ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ഏറ്റവും കൂടുതൽ? അങ്ങനെയൊന്നും ഇപ്പം ഞങ്ങളെല്ലാവരും സെറ്റായി. ഇപ്പം എല്ലാവരും വെർസറ്റൈലാണ്. സ്റ്റാർട്ടിങ്ങിൽ റീടേക്സ് വരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ കാരണം അത് റീടേക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇംപ്രവൈസേഷന് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് ചിലപ്പം കറക്റ്റാന്ന് വിചാരിക്കും, താങ്കൾ ചെയ്യുന്നത് ശരിയായിരിക്കും. അപ്പം ഓരോരുത്തരുടെയും ഇതിന് ചിലപ്പം ഡയറക്ടർ ഇംപ്രവൈസേഷന് വേണ്ടിയിട്ട് റീടേക്ക് ചെയ്യും. കാരണം നമ്മുടെ സാന്ത്വനത്തിൽ ഒരുവിധം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. സോ എല്ലാവരും സീരിയൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ല. സ്വാതന്ത്ര്യം ആ സെറ്റിൽ കാസ്റ്റിൽ ആരെ ഏറ്റവും ഭയങ്കര ഫൺ? ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജോക്സ് ഒക്കെ സാന്ത്വനം സെറ്റ് ഫുൾ ഫണ്ണാണ്. എല്ലാവരും എവ്രിബഡി ഭയങ്കര വൈബാണ്. സോ അതിൽ ഒരു ഡൗട്ടും ഇല്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ബിറ്റ്വീൻ ആക്ഷൻ കട്ടിൻ്റെ സമയത്തിന് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഇങ്ങനെ ഒരാളെന്നില്ല. എല്ലാ ആൾക്കാരും ഭയങ്കര ജോളി. ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ഈക്വലി വൈബാണ്. പേഴ്സണലി ഇപ്പോൾ ഡോക്ടർ റാം ചെയ്തിട്ടുണ്ട്, കുടുംബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം 2 ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നമുക്കൊരു സ്ഥലം ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏത് ഷൂട്ടിംഗ് സ്പേസ് ആണ് ഭയങ്കര ഫേവറേറ്റ്? കെ മേനൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ചോദിക്കുകയാണെങ്കിൽ കുടുംബങ്ങൾക്ക് അതായത് ഇപ്പം 5 yearsനടുത്ത് കുടുംബങ്ങൾക്ക് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് മോർ. ഇപ്പം സാന്ത്വനം ഈക്വലി ഫണ്ണായിട്ട് വീക്കെൻഡ് ഇപ്പോൾ 1.5-2 വർഷമായി എടുത്ത് ഓൾമോസ്റ്റ്. സോ സാന്ത്വനത്തിലെ ടീമും എവ്രി വൺ ആർ ജെം. സോ വി ഹാപ്പി ടു ഡു ദിസ്. ഓക്കെ, സോ നമുക്ക് അപ്കമിങ് സിനിമകൾ അങ്ങനെ എന്തെങ്കിലും ബിഗ് സ്ക്രീനിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? 1-2 സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ റോൾസ്. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദി ഫൈനൽ. Okay, so thank you so much for joining. Thank you so much. Nice meeting you, and thank you so much for having me. And thank you everybody. So program കടിയിലോട്ട് പോട്ടെ ട്ടോ. Thank you so much. Take care. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.